മറ്റൊരു പ്രധാന വാർത്തയാണ് വരുന്നത്. ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ താഴെ ഇറക്കാനുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മലപ്പുറം സ്വദേശികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് എന്നാണ് നിഗമനം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. 2 മണിക്കൂറിലധികമായി ഇവർ മുകളിൽ കിടക്കുകയാണ്. 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ആനച്ചാലിലെ ആകാശ ഭക്ഷണശാല തുറന്ന് പ്രവർത്തിച്ചത്. ഇപ്പോൾ ഈ മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ താഴെ ഇറക്കാനുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മലപ്പുറം സ്വദേശികളാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു കാരണം എന്നാണ് ലഭിക്കുന്ന വിവരം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 മണിക്കൂറിലധികമായി ഇവർ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ആനച്ചാലിലെ ആകാശ ഭക്ഷണശാല തുടങ്ങിയത്. ഇവരെ താഴെയിറക്കാനുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മലപ്പുറം സ്വദേശികളായ വിനോദസഞ്ചാരികളും ഒരു ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. 120 അടി ഉയരത്തിലുള്ള ആകാശ ഭക്ഷണശാലയിലാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. രണ്ട് കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയും അടക്കം 5 പേരാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബിനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. ബിനീഷ്, ഇപ്പോൾ ഇവരെ താടിയിറക്കാനുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ വിനോദസഞ്ചാരികളുടെയും ഈ ജീവനക്കാരുടെയും അടക്കം നില എങ്ങനെയാണ്? അവർ സുരക്ഷിതരാണോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, വിനോദസഞ്ചാരികൾ സുരക്ഷിതരാണ്. ഏതായാലും 2 മണിക്കൂറിലധികമായി തന്നെ ഇവർ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഹൈഡ്രോളിക്കിന്റെ ഒരു തകരാറ് മൂലമാണ് ഇത്തരത്തിലൊരു കംപ്ലൈന്റ് വന്ന് ഇവർ മേളിൽ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും 2 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടെ എത്തുന്നത്. ഇപ്പോൾ അടിമാലിയിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കയറിട്ട് ഒരാൾ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നീട് ആ കയർ വഴി ഒരു കൂടയിലാക്കി അല്ലെങ്കിൽ ഒരു വലയിൽ ആളെ താഴെ ഇറക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം അത് പ്രതിഫലിക്കുമെന്ന് നമുക്ക് കാണാണ്ടിരിക്കുന്നു. ഏതായാലും അല്ലെങ്കിൽ മറ്റൊരു രീതി അഡ്വഞ്ചറായിട്ട് ജുമ്മറിങ്ങോ അല്ലെങ്കിൽ സീറ്റ് ഹാർനസോ ഉപയോഗിച്ച് അവരെ സേഫായിട്ട് ഇറക്കേണ്ട ഒരു സാധ്യതയേ ഉള്ളൂ. ഏതായാലും ഏണി ഉപയോഗിച്ചൊന്നും ഇറക്കാനുള്ള ഒരു സാധ്യത, കാരണം ഏകദേശം 500 അടിക്ക് മുകളിൽ ഉയർച്ചയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. അതല്ലാണ്ട് കുരുന്നുകളുള്ളതാണ്. ഈ കുരുന്നുകളുടെ സുരക്ഷത നോക്കണം, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകളുടെ സുരക്ഷത നോക്കണം. ഇതെല്ലാം നോക്കി വേണം തന്നെ ഇവരെ താഴെ ഇറക്കാൻ. ഏതായാലും ജില്ലാ ഭരണകൂടം എല്ലാം തന്നെ ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരെ സുരക്ഷിതരാക്കി തന്നെ താഴേക്ക് ഇറക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഇവിടെ ഈ സ്കൈ ഡൈനിങ് പ്രവർത്തിക്കുന്നതെന്ന ഒരു റിപ്പോർട്ട് നൽകിയതായാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു സിപ്പ് ലൈനോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലോ ഒരു സഞ്ചാരികളെ കയറ്റിയാൽ ആ സഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെ താഴേക്ക് എത്തിക്കാം എങ്ങനെയാണ് ആ അധികൃതർ തന്നെ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സഞ്ചാരികൾ കുടുങ്ങി 2 മണിക്കൂറായിട്ടും കുരുന്നുകളടക്കം മൂലയിലുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു. ഏതായാലും ആ കുരുന്നുകളടക്കം സുരക്ഷിതമായി താഴേക്ക് എത്തിക്കേണ്ട ഒരു കടമയുണ്ട്. അതെല്ലാം തന്നെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ സ്വകാര്യ കമ്പനി ഇത്രത്തോളം ആളുകൾ മുകളിൽ കുടുങ്ങിയാൽ അത് അവരെങ്ങനെ താഴെ എത്തിക്കും എന്നൊരു മറ്റൊരു വഴി ഇല്ലാതെയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇത്തരത്തിലൊരു സ്കൈ ഡൈനിങ് ഇവിടെ ഈ സഞ്ചാരികൾക്കായി ഒരുക്കിയത് എന്ന് വേണം പറയാൻ. ഏതായാലും ഇപ്പോൾ ഇനി മൂന്നാറിലുള്ള അഗ്നിരക്ഷാ സേനയും സ്ഥലത്ത് ഇപ്പോൾ ഉടനെ തന്നെ എത്തും. പിന്നീട് ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ ഒരു തീരുമാനപ്രകാരമായിരിക്കും ഈ സഞ്ചാരികളെ സുരക്ഷിതമായിട്ട് എങ്ങനെ താഴെ എത്തിക്കാം എന്ന ഒരു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുക. ഏതായാലും ഇപ്പോൾ ഒരാളെ മേഖലയിൽ എത്തിച്ചിട്ട് ഒരാൾ മുകളിലുണ്ട്, സ്കൈ ഡൈനിങ്ങിലുണ്ട്. പിന്നീട് വല ഉപയോഗിച്ച് ഓരോരുത്തരെ പതുക്കെ താഴെ ഇറക്കാമെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത്. അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തും എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ സഞ്ചാരികളുടെ സുരക്ഷ തീർച്ചയായിട്ടും ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തിയായിരിക്കും ഇവരെ താഴേക്ക് ഇറക്കുക. ഏതായാലും സഞ്ചാരികൾ ഇപ്പോൾ മുകളിൽ സുരക്ഷിതരാണ്. അവർക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളെല്ലാം തന്നെ മുകളിലുള്ളത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ഏതായാലും അവരെ സുരക്ഷിതമായിട്ട് താഴെ ഇറക്കുക, ഇതാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഏക ലക്ഷ്യം. ദീപ്തി. ശരി.
ഇടുക്കി ആനച്ചാലി ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ താഴെ ഇറക്കാനുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. 2 ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് ഇത്തരത്തിൽ ഇവർ കുടുങ്ങിക്കിടക്കാൻ കാരണമെന്നാണ് നിഗമനം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 മണിക്കൂറിലധികമായി ഇവർ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറന്നത്. വിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.